ഒരു ബട്ടണിൽ നിന്നായിരുന്നു ഞങ്ങളുടെ അന്വേഷണത്തിന് തുടക്കം. മരിച്ചു കിടന്നിരുന്ന പ്രവീണയുടെ ചുരുട്ടിയ കൈത്തലത്തിനുള്ളിൽ ഒരു ബട്ടൺസ് ഉണ്ടായിരുന്നു. ആദ്യം അതിന് ഞങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. കാരണം ഈ സിറ്റിയിൽ തന്നെ അത്തരം ആയിരക്കണക്കിന് ബട്ടൺസുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ പ്രവീണയുടെ മേശയുടെ ഉള്ളറിൽ നിന്നും അടുത്ത കാലത്ത് വിശ്വനാഥന്റെ ഒരു കത്ത് കൂടി കിട്ടിയതോടെ ആ ബട്ടന് പ്രാധാന്യമേറി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. തങ്ങൾ കൊലയാളിയെ കണ്ടെത്തിയത് എങ്ങനെയെന്ന് വിശദീകരിക്കുകയായിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം. പിന്നെ എന്താണ് സർ, പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും വൈകിയത്? ഒരു റിപ്പോർട്ടർ ചോദിച്ചു. ന്യായമായ സംശയം. പക്ഷേ കൊലയാളികൾ 4-5 പേരുണ്ടായിരുന്നുവെന്നായിരുന്നു ഞങ്ങൾ കരുതിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വനാഥനെ അറസ്റ്റ് ചെയ്താൽ ബാക്കിയുള്ളവർ രക്ഷപ്പെടില്ലേ? പോരെങ്കിൽ ഒന്നിലധികം ആളുകൾ പ്രവീണയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അവസാനം അന്വേഷണം പുരോഗമിച്ചിട്ടും മറ്റാരെയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വനാഥൻ മുംബൈക്ക് പോകുവാൻ പദ്ധതിയിട്ടത് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാവില്ലല്ലോ. അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാ സത്യങ്ങളും അവന്റെ നാവിൽ നിന്ന് തന്നെ പുറത്തു വന്നു. ബട്ടൺസ് പറഞ്ഞ ഷർട്ടും ഞങ്ങൾ കണ്ടെടുത്തു. ഡേവിഡ് എബ്രഹാം പറഞ്ഞു നിർത്തി. ഒരു വട്ടം കൂടി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അന്ന് വൈകിട്ടത്തെ TV ന്യൂസുകളിൽ ഏറെ പ്രാധാന്യത്തോടെ തിളങ്ങി നിന്നിരുന്നത് കൗസല്യയിലെ കൂട്ടക്കൊലപാതകത്തിന്റെ കാര്യമാണ്. പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും കൊല നടത്തിയ രീതിയുമെല്ലാം അതിൽ വ്യക്തമായി പറഞ്ഞു. പക്ഷേ പ്രതിയുടെ ചിത്രം TV-യിൽ തെളിഞ്ഞപ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ചു. ഇവനാണോ കൊലയാളി? 5 പേരെ അതിക്രൂരമായി വധിക്കാൻ ഇവൻ ഒറ്റയ്ക്കോ? പിറ്റേന്നത്തെ പത്രങ്ങളിലും ഇതേ സംശയത്തിന് ചില പ്രാധാന്യം കൊടുത്തിരുന്നു. വിശ്വനാഥൻ മാത്രമായിരിക്കില്ല കൊലയ്ക്ക് പിന്നിലെന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇവൻ കുറ്റങ്ങൾ സ്വയം ഏറ്റുപറഞ്ഞതാണെന്നും വരെ ചില പത്രങ്ങൾ എഴുതി. ഏതായാലും പിറ്റേന്ന് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ വിശ്വനാഥനെ വഴുതക്കാട്ട് കൊല ചെയ്ത് വീട്ടിൽ കൊണ്ടുവരികയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ അവനെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. ഇത്രയും വേഗത്തിൽ സൂക്ഷ്മതയോടെ കുറ്റവാളിയെ കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെ കഴിവിനെ ചീഫ് മിനിസ്റ്റർ ഗോവിന്ദൻകുട്ടി ഉള്ളു തുറന്ന് അഭിനന്ദിക്കുകയും അക്കൂട്ടത്തിൽ പ്രതിപക്ഷത്തിനിട്ട് ഒന്ന് കൊട്ടുകയും ചെയ്തു. അവന്റെയൊക്കെ ഭരണകാലത്ത് എത്ര കൊലകൾ നടന്നു, ഒന്നിനെങ്കിലും തുമ്പുണ്ടായോ? അതെങ്ങനാ? പോലീസിന് കാവല് പോകാനല്ലേ സമയമുണ്ടായിരുന്നുള്ളൂ. തൂറാൻ പോകുമ്പോ എസ്കോട്ട്, നടക്കാൻ പോകുമ്പോ എസ്കോട്ട്, പെണ്ണും പിള്ളയുടെ കൂടെ കിടക്കുമ്പോഴും എസ്കോട്ട് വേണം. പത്രക്കാർ ഇതുപോലെ തന്നെ അച്ചു നിർത്തിയപ്പോൾ മന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞതിന് അവന്മാർ വളിച്ചൊടിച്ചതാ. അല്ലെങ്കിലും ഈ പത്രക്കാരെ എനിക്കറിയത്തില്ലയോ? ഞാൻ ഇങ്ങനെ കുറെ എഴുതിയിട്ടുള്ളതല്ലേ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ തലപൊക്കി. വിശ്വനാഥന്റെ അനുജനും സഹോദരിയും ആഭ്യന്തര വകുപ്പിന്റെ ചാർജ് കൂടിയുമുള്ള മുഖ്യമന്ത്രിക്കും DGPക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും മറ്റും നിവേദനങ്ങൾ നൽകി. വിശ്വനാഥൻ ഈ കേസിൽ നിരപരാധിയാണെന്നും ആരൊക്കെയോ ചേർന്ന് അവനെ ചതിച്ചതാണെന്നും മാത്രവുമല്ല കൊലപാതകങ്ങൾ നടത്തപ്പെട്ടുവെന്ന് പറയുന്ന രാത്രിയിൽ അവൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പോലും. പനിയായിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടക്കുകയായിരുന്നു പോലും. ഇക്കാര്യം പറഞ്ഞ് അവർ പത്രസമ്മേളനം നടത്തിയതോടെ ചാരത്തിനുള്ളിൽ മൂടിക്കിടന്നിരുന്ന തീപ്പൊരികൾ തിളങ്ങാൻ തുടങ്ങി. മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യത്തോടെ ഈ വാർത്ത പ്രചരിപ്പിച്ചു. തലസ്ഥാനത്ത് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും കേസ് ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. നിയമസഭയിൽ പിന്നെയും ബഹളം. സഭ തടസ്സപ്പെട്ടു. തെളിയിക്കപ്പെട്ട കേസ് ഇനി അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് മുഖ്യമന്ത്രിയും ഭരണകക്ഷിയിൽപ്പെട്ടവർ എല്ലാവരും കൂടെ തീർത്തു പറഞ്ഞു. പ്രതിപക്ഷമിളകി. തലസ്ഥാനത്ത് ഹർത്താൽ നടന്നു. എന്നിട്ടും ചീഫ് മിനിസ്റ്റർ അനങ്ങിയില്ല. ഹർത്താലുകാർ എന്തൊക്കെ തോന്നിയാസങ്ങൾ കാണിച്ചാലും അനങ്ങണ്ട എന്ന് പോലീസ് കമ്മീഷണറോട് രഹസ്യമായി പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ പോലീസ് മർദ്ദനം എന്ന് പറഞ്ഞാവും ഹർത്താലും സമരവും. ഹർത്താൽ അനുകൂലികൾ തുറന്നു വെച്ച കടകൾ എറിഞ്ഞു തറുത്തു. റോഡിൽ കണ്ട വാഹനങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചു. സ്റ്റാച്യുവിൽ ഒരു സർക്കാർ ബസ്സിന് തീയുമിട്ടു. പോലീസ് നോക്കി നിന്നു. ഫയർഫോഴ്സുകൾ വന്നിട്ടും ബസ്സിലെ തീ അണയ്ക്കുവാൻ സമരക്കാർ സമ്മതിച്ചില്ല. നടു റോഡിൽ ബസ് എരിഞ്ഞു തീർന്നു. ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഗോവിന്ദൻകുട്ടി സർക്കാർ അനങ്ങിയില്ല. അവസാനം അറ്റകൈ പ്രയോഗിക്കുവാൻ തന്നെ ആക്ഷൻ കൗൺസിലും പ്രതിപക്ഷവും കൂടി തീരുമാനിച്ചു. വിശ്വനാഥന്റെ അനുജനും പെങ്ങളും സെക്രട്ടേറിയറ്റ് നടയിൽ മരണം വരെ നിരാഹാരം കിടക്കുക. ആക്ഷൻ കൗൺസിൽ പന്തൽ കെട്ടി. മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകി.
നിരാഹാര സമരം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനവും ചെയ്തു. ദിവസങ്ങൾ 1-2 കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് സത്യാഗ്രഹികളോട് സംസാരിച്ചു. വിശ്വനാഥൻ തന്നെയാണ് കുറ്റം ചെയ്തിരിക്കുന്നതെന്നും അതല്ല വേറെ ആരെങ്കിലും അവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്താമെന്നും ഉറപ്പു പറഞ്ഞു. പക്ഷേ അതിനൊന്നും അവർ വഴങ്ങിയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും അവരുടെ നില വഷളായി തുടങ്ങി. ഇതിനിടെ മന്ത്രിസഭയുടെ പേരിൽ ആരോ ഒരു റീത്തും വാങ്ങി പന്തലിനു മുന്നിൽ കൊണ്ടുവച്ചതോടെ രംഗം കൊഴുത്തു. ഒരു തീരുമാനം ഉണ്ടാകും വരെ പ്രതിപക്ഷ കക്ഷികൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ 2 ജീവിതങ്ങൾ പൊലിയുകയാണ്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല ഗവൺമെന്റിന്. അവസാനം കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ ഉത്തരവായി. നിരാഹാര സമരം തീർന്നു. പ്രതിപക്ഷ നേതാവ് അവർക്ക് നാരങ്ങ നീര് നൽകി സമരം അവസാനിപ്പിച്ച് ഇരുവരെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാധ്യമങ്ങൾ പ്രാധാന്യത്തോടെ ഈ വാർത്തയും പ്രസിദ്ധീകരിച്ചു. കൊല്ലം കായംകുളം ഭാഗത്തു നിന്നും വന്ന മാരുതി ജിപ്സി നീണ്ടകര പാലത്തിലേക്ക് കയറി. അസാധാരണ വേഗതയിലായിരുന്നു ജിപ്സിയുടെ വരവ്. മുന്നിൽ മണ്ണു കയറ്റിയ ഒരു ടിപ്പർ ലോറി അലറിപ്പായുന്നുണ്ട്. അതിനു മുകളിൽ കണ്ണു മറയ്ക്കത്തക്ക വിധത്തിൽ കെട്ടിയിരിക്കുന്ന ടാർപാളിൻ അഴിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് വണ്ടിയുടെ വേഗതയും മറ്റും കാരണം മൺതരികൾ പിന്നിലേക്ക് പറന്നു വരുന്നു. ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവരുടെ കണ്ണിലാണ് ഏറെയും മണൽത്തരികൾ വീഴുന്നത്. റോഡ് അമ്മാവപ്പൻ സ്ത്രീധനമായി നൽകിയതുപോലെയാണ് ടിപ്പർ ഡ്രൈവർ ആക്സിലേറ്ററിൽ കാൽഞ്ഞിരിക്കുന്നത്. മുന്നിൽ പോകുന്ന ഓരോ വാഹനത്തെയും ക്ഷണത്തിൽ മറികടക്കുകയാണ് ടിപ്പർ. കുറെ നേരമായി അതിന് പിന്നിൽ തന്നെയുണ്ട് മാരുതി ജിപ്സി. പലവട്ടം ഹോൺ മുഴക്കിയെങ്കിലും സൈഡ് കൊടുത്ത് കയറ്റിവിടാൻ സ്ഥലമുണ്ടായിട്ടും ടിപ്പർ റോഡിന് നടുവിൽ നിന്നും ഒഴിഞ്ഞുകൊടുത്തില്ല. ജിപ്സിയിൽ സ്റ്റിയറിംഗ് വീലിന് പിന്നിലിരുന്ന മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജീൻസും ടീഷർട്ടും ധരിച്ചിരുന്ന അയാൾ കണ്ണുകൾ മുഴുവൻ മറയത്തക്ക വിധത്തിൽ പറ്റിയിരിക്കുന്ന ഒരു ഗ്ലാസ് വെച്ചിരുന്നു. പറ്റ വെട്ടിയ കോലൻ തലമുടി, കട്ടിമീശ അല്പം പിരിച്ചു വെച്ചിട്ടുണ്ട്. കൈപ്പത്തികളെ മറച്ചിരിക്കുന്ന ഗ്ലൗസുകൾ, കൈത്തണ്ട നിറയെ രോമങ്ങൾ. പേശികളുടെ ബലം ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. ചൂയിങ്കം ഒന്ന് അമർത്തി ചവച്ചുകൊണ്ട് ഒരു വട്ടം കൂടി അയാൾ ഹോണടിച്ചു. ഇപ്പോൾ എതിരെ വാഹനമൊന്നും വരുന്നില്ല. വലത്തേക്ക് വെട്ടിച്ച് അയാൾ ജിപ്സി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ നിമിഷം ടിപ്പറിന് വേഗത പിന്നെയും കൂടി. അയാളും അല്പം കൂടി വലത്തേക്ക് തിരിച്ചു. എന്തു വന്നാലും കയറ്റി വിടില്ല എന്ന ഭാവത്തിൽ. കുറെ മണത്തരികൾ തെറിച്ചു വീണ് ജിപ്സിയുടെ ഗ്ലാസ്സിലും വീണു. ആ മനുഷ്യന്റെ അണപ്പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അയാൾ ടിപ്പറിന്റെ മറവിൽ തന്നെ ജിപ്സി ഓടിച്ചു. പിന്നെ എതിരെ വാഹനമില്ലെന്ന് കണ്ടതും ഹോൺ മുഴക്കാതെ വലത്തേക്ക് വെട്ടിച്ച് ടിപ്പറിനെ കടന്നതും ഒന്നിച്ചായിരുന്നു. പിന്നെ അതേ വേഗത്തിൽ ഇടത്തേക്ക് വെട്ടിച്ച് ബ്രേക്ക് അമർത്തി. ഇപ്പോൾ റോഡിന് കുറുകെയാണ് ജിപ്സി നിൽക്കുന്നത്. വേഗത കുറയ്ക്കാതെ ടിപ്പർകാരൻ മറികടക്കാൻ ശ്രമിച്ചെങ്കിലും എതിരെ ഒരു സൂപ്പർ ഫാസ്റ്റ് പാഞ്ഞു വന്നപ്പോൾ അയാൾ ബ്രേക്ക് ആഞ്ഞു ചവിട്ടി. ടയറുകൾ തറയിൽ ഉരയുന്നതിന്റെ ഒച്ച അവിടം കിടുക്കി. വഴിയാത്രക്കാർ തിരിഞ്ഞു നോക്കി. ടയർ കരിഞ്ഞ ഗന്ധം. എന്ത് പോക്കർത്തരമാടാ ഈ കാണിക്കുന്നത്? ടിപ്പറിന്റെ ഡ്രൈവർ അലറി. ജിപ്സിയിൽ ഇരുന്ന മനുഷ്യൻ അത് കേട്ടെങ്കിലും അനങ്ങിയില്ല. വണ്ടി എടുത്ത് മാറ്റടാ കൊഴുവോടെ മോനെ. അടുത്ത ഡയലോഗ്. അപ്പോഴും ജിപ്സി ഡ്രൈവറിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടാകാഞ്ഞപ്പോൾ വർദ്ധിത വീര്യത്തോടെ ടിപ്പറിന്റെ ഡ്രൈവർ ഇറങ്ങി ജിപ്സിക്കരികിലെത്തി. വെറുതെ മനുഷ്യന് ജോലി ഉണ്ടാക്കാൻ കോപ്പം എടുത്തോണ്ട് ഇറങ്ങും. എടുത്ത് മാറ്റടാ. ഡ്രൈവറുടെ തൊട്ടടുത്ത് ചെന്നായിരുന്നു അലർച്ച. അയാൾ സ്റ്റിയറിംഗ് വീലിൽ താളം പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ടിപ്പറിന്റെ ഡ്രൈവർ ഇത്രയും പറഞ്ഞതും താളമടി നിന്നു. അയാൾ പതിയെ തല തിരിച്ചു. ഗ്ലാസിനിടയിലൂടെ ഒരു ഉരുക്കുമുഷ്ടി ചീറി വന്നു. അമ്മേ! മൂക്കിന്റെ പാലം ഒടിഞ്ഞു തകർന്നതുപോലെ നിലവിളിച്ചുകൊണ്ട് ടിപ്പറിന്റെ ഡ്രൈവർ പിന്നോട്ട് മലച്ചു. ജിപ്സിയുടെ ഡോറ് തുറക്കപ്പെട്ടു. കനത്ത ചുവടുകളോടെ ആ മനുഷ്യൻ ഇറങ്ങി. മീശയിൽ പതിയെ വിരലോടിച്ചു. രണ്ടാമതും അയാൾ ഒന്നുകൂടി കൈ വീശിയടിച്ചു. ഡ്രൈവർ പമ്പരം പോലെ. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്ന് അറിയാമോടാ? അറിയാം. മണ്ണിന് മുകളിൽ ടാർപാളിൻ ശരിക്ക് കെട്ടണമെന്നറിയാമോ? അറിയാം. അപ്പോ നിനക്ക് അറിയാത്തതൊന്നേ ഉള്ളൂ, അഹങ്കാരത്തിനുള്ള സമ്മാനം. പറഞ്ഞതും ആ മനുഷ്യന്റെ കാൽമുട്ട് മേലേക്ക് ഉയർന്നു. അമ്മേ! ഡ്രൈവർ അടിവയറ്റിൽ കൈ അമർത്തിക്കൊണ്ട് അലറിക്കരഞ്ഞു. ഒരു പെറ്റി കേസിനേക്കാൾ നല്ലത് ഇതല്ലടാ, അയാൾ തിരക്കി. ആന്നേ, എന്നാ വണ്ടി കയറി മര്യാദയ്ക്ക് പോ. ആ മനുഷ്യൻ ജിപ്സിയിൽ കയറി. അത് കുതിച്ചു.
മാരുതി ജിപ്സി തലസ്ഥാനത്തെത്തുമ്പോൾ സമയം വൈകിട്ട് 4 മണി. അത് നേരെ ഇടത്തേക്ക് തിരിഞ്ഞ് ക്രൈംബ്രാഞ്ച് IG രഘുനാഥ് റാവുവിന്റെ ഓഫീസ് മുറ്റത്തെത്തി ബ്രേക്ക് അലറി നിന്നു. പാറാവുകാരൻ ഒന്നുകൂടി അലേർട്ടായി. ജിപ്സിയുടെ ബ്രേക്ക് ഇടുന്ന ശബ്ദം കേട്ട് പലരും അങ്ങോട്ട് നോക്കി. ആ മനുഷ്യൻ ഇറങ്ങി. വലതുകൈയിൽ കീ ചെയിൻ പമ്പരം പോലെ കറങ്ങി. അയാൾ അകത്തേക്ക് ചെന്നപ്പോൾ പാറാവുകാരൻ സല്യൂട്ട് ചെയ്തു. അയാൾ നിന്നു. പാറാവുകാരനെ അടിമുടി ഒന്ന് നോക്കി. കൊള്ളാം, സല്യൂട്ട് ചെയ്യാനൊക്കെ എന്നാ പഠിച്ചത്? പാറാവുകാരൻ വിളറി. ഇപ്പോഴും താൻ പഴങ്കഞ്ഞി തന്നെയാണോ കഴിക്കുന്നത്? സർ, തനിക്ക് മക്കൾ എത്രയുണ്ട്? 5. ആ, ചുമ്മാതല്ല ആരോഗ്യം പോയത്. കനത്ത കാലുകളോടെ അയാൾ അകത്തേക്ക് പോയപ്പോൾ പാറാവുകാരൻ ചമ്മി ഒരു ചിരി അടക്കി. കർത്താവേ, ഏതാ ഈ ജന്മം എന്ന് പിറുപിറുക്കുകയും ചെയ്തു. മാരുതി ജിപ്സി പോലീസ് ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ്. നെയിം പ്ലേറ്റ് ഒരു കവറിട്ട് മൂടിയിരിക്കുകയാണെന്ന് കണ്ടതുകൊണ്ടും ഇറങ്ങിയ ആളിന് ഒരു പോലീസ് ലുക്ക് ഉള്ളതുകൊണ്ടുമാണ് താൻ സല്യൂട്ട് ചെയ്തതെന്ന് പാറാവുകാരൻ ഓർത്തു. അതേതായാലും വെറുതെ ആയില്ല. കർത്താവിന് സ്തുതി. ജിപ്സിയിൽ വന്ന മനുഷ്യൻ അപ്പോൾ IG രഘുനാഥ റാവുവിന്റെ ഓഫീസ് റൂമിന്റെ ഹാഫ് ഡോറിൽ മൃദുവായി മുട്ടുകയായിരുന്നു. മേ ഐ കം ഇൻ സർ? യെസ്. അകത്തുനിന്നും പ്രൗഢഗംഭീരമായ ശബ്ദം കേട്ടു. അയാൾ അകത്തേക്ക് കാൽ വെച്ചു. തടിച്ച കണ്ണടയ്ക്കുള്ളിൽ തിളങ്ങുന്ന കണ്ണുകളുള്ള ക്ലീൻ ഷേവ് ചെയ്ത തലമുടി 3/4 ഭാഗവും കഷണ്ടി ബാധിച്ച IG തലയുയർത്തി. ആഗതനെ കണ്ടപ്പോൾ ആ കണ്ണുകളിൽ വിസ്മയം. നീ ഇത്ര വേഗത്തിൽ ഇങ്ങ് വന്നോ? സർ, അയാൾ അറ്റൻഷനായി സല്യൂട്ട് ചെയ്തു. പാലക്കാട് ഈ സംസ്ഥാനത്ത് തന്നെയാണല്ലോ സർ. അങ്ങയുടെ ഫാക്സ് മെസ്സേജ് കിട്ടിയ ഉടനെ പുറപ്പെട്ടു. ആ, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. അയാളിരുന്നു. IG കണ്ണടയ്ക്കിടയിലൂടെ അല്പനേരം അയാളെ തന്നെ നോക്കിയിരുന്നു. നീ ഒന്ന് തടിച്ചിട്ടുണ്ടല്ലോ. അത് അവിടുത്തെ കാലാവസ്ഥ കാരണമാണ് സർ. വേണ്ടത്ര ജോലിയുമില്ല. അയാൾ ചിരിച്ചു. എന്നാ ഇവിടെ നിനക്ക് പിടിപ്പത് ജോലി ഉണ്ടാവും. പോരെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാമാണ്. എനിക്കറിയാം, ഒത്തിരി കാലമായി എബ്രഹാമിനെ ഒന്ന് കണ്ടിട്ട്. പരിചയം പുതുക്കലും ആവാമല്ലോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഞാനോ? സാറിനറിയാമല്ലോ എന്നെ. അതുകൊണ്ടാ മുൻകൂറായി ഞാൻ കാര്യം പറഞ്ഞതും. ഞാനായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല സർ. എന്ന് വെച്ച് അവൻ്റെ ഒരുമാതിരി ചൊറിയുന്ന സ്വഭാവം ഉണ്ടല്ലോ, അതെൻ്റെ അടുത്തെടുത്താൽ. അത് പോട്ടെ, നീ എന്ന് ജോയിൻ ചെയ്യുന്നു? ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം മുതൽ. ഓക്കെ. ബൈ ദ ബൈ, നിന്റെ പ്ലാൻ എന്തൊക്കെയാണ്? ആദ്യം ക്വാർട്ടേഴ്സിൽ പോയി ഒന്ന് കുളിക്കണം, കാക്കിയിടണം, പിന്നെ കേസ് ഫയൽ പഠിക്കണം. എങ്കിൽ കേസ് ഫയൽ ഹാൻഡ് ഓവർ ചെയ്യാൻ ഞാൻ എബ്രഹാമിനെ വിളിച്ചു പറയാം. താങ്ക് യു സർ. IG രഘുനാഥ റാവു ബസർ അമർത്തി. ഒരു കോൺസ്റ്റബിൾ കടന്നു വന്ന് അറ്റൻഷനായി. സിഗ്നേച്ചർ രജിസ്റ്റർ കൊണ്ടുവരൂ. സർ. അയാൾ പോയി. സിഗ്നേച്ചർ രജിസ്റ്റർ കൊണ്ടുവന്നു. IG തന്നെയാണ് അതിൽ പേരെഴുതിയതും അയാളെ കൊണ്ട് ഇനീഷ്യൽ ചെയ്യിച്ചതും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ സർ? ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് സർ. അയാൾ പോയി. ഹാഫ് ഡോർ തിരിഞ്ഞടിഞ്ഞ് ശബ്ദമുണ്ടാക്കി. അത് കേട്ട IG പുഞ്ചിരിച്ചു. പിന്നെ ഫോണിന് നേരെ കൈനീട്ടി. പാറാവുകാരൻ ഒരിക്കൽ കൂടി അറ്റൻഷനായി. ആ മനുഷ്യൻ ചെന്ന് ജിപ്സിയിൽ കയറി. ഒരു മോളിലോടെ അത് ഗേറ്റ് കടന്നു മറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വന്ന ഒരു പോലീസുകാരനോട് പാറാവുകാരൻ തിരക്കി. ആരാ അദ്ദേഹം? താൻ അറിയത്തില്ലേ? അതാണ് കാർലോസ് സർ, ക്രൈംബ്രാഞ്ച് SP കാർലോസ് സർ. പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അദ്ദേഹത്തെ രഹസ്യമായി വിളിക്കുന്ന ഒരു പേരുണ്ട്, ചെകുത്താൻ കാർലോസ്. അതെന്തിനാ അങ്ങനെ വിളിക്കുന്നത്? അതോ, കുറ്റവാളികൾക്ക് മുന്നിൽ അത് എത്ര വലിയവനായാലും അദ്ദേഹം ചെകുത്താൻ തന്നെയാണ്. പാറാവുകാരൻ മിഴിച്ചു നിന്നു. കോൺസ്റ്റബിൾ തുടർന്ന് പറഞ്ഞു. ഇവിടെ കൗസല്യയിലെ കൊലപാതകത്തിന്റെ അന്വേഷണ ചുമതല അദ്ദേഹത്തിനാണ്. അപ്പോൾ ജിപ്സിയിൽ ജഗതിയിലേക്കുള്ള തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പായുകയായിരുന്നു കാർലോസ്. ഭരണ തമ്പുരാക്കന്മാരുടെ വിഹാര രംഗമായതിനാൽ ഇവിടെ തനിക്ക് ഒരുപാട് എതിർപ്പുകളെ നേരിടേണ്ടി വരുമെന്ന് കാർലോസിന് അറിയാമായിരുന്നു. പോരെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്നും യാതൊരു സഹകരണവും പ്രതീക്ഷിക്കുകയും വേണ്ട. ജഗതിയിൽ തനിക്കായുള്ള കെട്ടിടത്തിന്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ കാർലോസ് കണ്ടു, ഒരു വൃദ്ധൻ പടിക്കെട്ടിൽ കുത്തിയിരിക്കുന്നു. അയാൾ പോർച്ചിൽ ജീപ്പ് നിർത്തും മുമ്പ് വൃദ്ധൻ എണീറ്റു.
കാർലോസിന് ഭക്ഷണം പാകം ചെയ്യാനും വീട് വൃത്തിയായി സൂക്ഷിക്കാനും മറ്റും അയാളെ നിയോഗിച്ചത് ഐജി തന്നെയായിരുന്നു. വന്നിട്ട് ഒത്തിരി നേരമായോ? കാർലോസ് തിരക്കി. രാവിലെ എത്തി സർ. ആ, വാതിൽ തുറന്നോളൂ. കാർലോസ് സിറ്റൗട്ടിലേക്ക് കയറി നിന്നുകൊണ്ട് ചുറ്റും നോക്കി. മുറ്റത്ത് മനോഹരമായി കാത്തു സൂക്ഷിക്കുന്ന ചെടികളുള്ള വീട്. വൃദ്ധൻ വാതിൽ തുറന്നു. കാർലോസ് അകത്തെത്തി. പിന്നെ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ തിരികെ ജീപ്സിയിലെത്തി തൻ്റെ ബാഗുകൾ എടുത്തുകൊണ്ട് വന്നു. ഞാൻ എടുക്കാമായിരുന്നല്ലോ സാറേ, വൃദ്ധൻ ഭവ്യതയോടെ പറഞ്ഞു. തനിക്ക് എടുക്കാവുന്നത് താൻ എടുത്താൽ മതി. അടുക്കളയിൽ സാധനങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് സാറേ. എങ്കിൽ പോയി ഒരു ചായ എടുക്ക്. ശരി സാറേ. ആ പിന്നെ എപ്പോഴും ഈ സാറേ വിളി വേണ്ട. ചോദിക്കുന്നതിൻ്റെ ഉത്തരം മാത്രം മതി കേട്ടോ. അയാൾ തല കുലുക്കിക്കൊണ്ട് പോയി. കാർലോസ് തനിക്കായി തെരഞ്ഞെടുത്ത മുറിയിൽ കയറി വേഷം മാറി ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചായയുമായി വൃദ്ധൻ നിൽക്കുന്നത് കണ്ടു. അത് വാങ്ങി രുചിച്ചു നോക്കി. കൊള്ളാം. വൃദ്ധൻ കാണുന്നത് പോലെയല്ല, ഒന്നാം തരം ചായ. അയാൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അറിഞ്ഞ് കാർലോസ് മുഖമുയർത്തി. ആ, അത്താഴത്തിന് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കണം. വൃദ്ധൻ്റെ കണ്ണു തള്ളി. എടോ അമ്പരക്കണ്ട, തിരിഞ്ഞു കടിക്കാത്തത് എന്തും ഞാൻ കഴിക്കും. തനിക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോ. ശരി. ആശ്വാസത്തോടെ അയാൾ അടുക്കളയിലേക്ക് നടന്നു. കാർലോസ് ചായ കുടിച്ചു, കാക്കി ധരിച്ചു, മുടി ചീകി, തൊപ്പിയെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി കണ്ണാടിക്ക് മുന്നിൽ നിന്നു. പിന്നെ അല്പം പൗഡർ എടുത്ത് കവളിൽ പൂശി മീശ ഒന്ന് പിരിച്ചു വെച്ചു. ഡേവിഡ് എബ്രഹാമിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? പേഴ്സണാലിറ്റി ഒട്ടും കുറയ്ക്കണ്ട. വൃദ്ധനെ വിളിച്ച് വാതിൽ അടച്ചേക്കാൻ പറഞ്ഞിട്ട് അയാൾ ജിപ്സിയിലെത്തി. വഴുതക്കാട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ മുരൾച്ചയോടെ ജിപ്സി നിന്നു. പാറാവുകാരൻ അറ്റൻഷനായി. കാർലോസ് അകത്തെത്തി. ഒരു ഹെഡ് കോൺസ്റ്റബിളിനോട് താൻ വന്ന കാര്യം കമ്മീഷണറോട് പറയുവാൻ ഏൽപ്പിച്ചു. കോൺസ്റ്റബിൾ അകത്തുപോയി. വന്നു. സാർ, അദ്ദേഹം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വിളിക്കും. കാർലോസിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരിയുണ്ടായി. അയാൾ ഒരു കസേരയിലിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസർ ശബ്ദിച്ചു. കോൺസ്റ്റബിൾ വീണ്ടും പോയി വന്നു. സാർ ചെല്ലാൻ പറഞ്ഞു. എന്നിട്ടും ഹാഫ് ഡോറിൽ ഒന്ന് മുട്ടിയിട്ടാണ് കാർലോസ് അകത്ത് കടന്നത്. അപ്പോഴും ഫോണിൽ സംസാരിക്കുകയാണ് ഡേവിഡ് എബ്രഹാം. എവിടെ? ക്രൈംബ്രാഞ്ച് അല്ല, സാക്ഷാൽ ഒടേ തമ്പുരാൻ വന്നാലും ഈ ഡേവിഡ് എബ്രഹാം കണ്ടെത്തിയിൽ കൂടുതലൊന്നും കെട്ടുകയില്ല. അതേന്നേ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ലോക്കൽ പോലീസിനേക്കാൾ കൂടുതൽ ഏതാണ്ട് അവന്മാർക്കുണ്ടെന്നൊരു ധാരണയാ ജനത്തിന്. ചില സിനിമകൾ കണ്ടതുകൊണ്ടുണ്ടായ മിഥ്യാധാരണകൾ. പിന്നല്ലാതെ നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ. അയാൾ ഫോൺ വച്ചിട്ട് തിരിഞ്ഞു. ഹലോ മിസ്റ്റർ കാർലോസ്, ഇരിക്കാമായിരുന്നല്ലോ, എന്താ നിന്നു കളഞ്ഞത്? അയാളൊന്ന് ചിരിച്ചു, പിന്നെ ഇരുന്നു. ഫയൽ വേണമായിരിക്കും എന്ന് പറഞ്ഞ് മേശപ്പുറത്തു നിന്നും ഏറെ പേജുകൾ അടങ്ങിയ ഒരു ഫയൽ മുന്നോട്ട് നീക്കി വെച്ചു. കാർലോസ് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അതെടുത്ത് മടിയിൽ വെച്ചു. ഞാൻ കണ്ടെത്തിയതിൽ കൂടുതൽ നിനക്ക് കണ്ടെത്താമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാർലോസ്? കമ്മീഷണർ തിരക്കി. പണ്ടും നീ ക്ലോസ് ചെയ്ത പല ഫയലുകളും ഞാൻ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എൻ്റെ ഭാഗത്തായിരുന്നു വിജയം. അങ്ങനെ ചിലപ്പോഴൊക്കെ ചക്ക വീണ് മുയൽ ചത്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെയും ചക്കയുടെ കീഴിൽ ഒരു മുയൽ ഇരിപ്പില്ല എന്ന് എങ്ങനെ അറിയും? ഉവ്, കാണും, സൂക്ഷിച്ചു നോക്കിക്കോ. കാർലോസ് എണീറ്റു. ഞാൻ പോകുന്നു. ഒന്ന് പറയാൻ വിട്ടു, ഈ സിറ്റി എൻ്റെ കീഴിലാണെന്ന് മറക്കണ്ട. കാർലോസ് തിരിഞ്ഞു നിന്നു. ആ കണ്ണുകൾ കുറുകി. നിന്റെ കീഴിൽ സിറ്റിയാണോ? പക്ഷേ ഞങ്ങൾ ആണുങ്ങളുടെ കീഴിൽ വേറെ ചിലതാ. പറഞ്ഞതും കാർലോസ് ഇറങ്ങിപ്പോയി. സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം വിളറിയിരുന്നു. കേസ് ഫയലുമായി തൻ്റെ മാരുതി ജിപ്സിയിൽ മടങ്ങുമ്പോൾ ക്രൈംബ്രാഞ്ച് SP കാർലോസ് ചിന്തിക്കുകയായിരുന്നു. കാലം ഇത്രയുമായിട്ടും ഡേവിഡ് എബ്രഹാമിൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ട്രെയിനിങ് പീരീഡ് മുതൽ അതറിയാവുന്നവനാണ് താൻ. അവൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് ഉറച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ വന്ന് പറഞ്ഞാൽ പോലും അല്ല എന്ന് സമ്മതിച്ചു തരില്ല. മാത്രമല്ല, മറ്റുള്ളവർ ഒരു കേസ് സത്യസന്ധമായി തെളിയിച്ചാൽ അത് അവന് സഹിക്കാൻ കഴിയില്ല താനും. എല്ലാം അവൻ്റെ കഴിവുകൊണ്ടാണെന്ന് വരുത്തി തീർക്കണം. അവനാണ് മറ്റുള്ളവർക്കാർ മിടുക്കനെന്ന് സ്ഥാപിക്കണം. അതിനായി എന്തും ചെയ്യാൻ മടിക്കില്ല.
ഇതിനേക്കാളെല്ലാം ഉപരി 100 രൂപ കൈമുടക്ക് കിട്ടിയാലും മടി കൂടാതെ വാങ്ങി കീശയിൽ വയ്ക്കും. ഇവിടെ ഇനി അവനുമായി നല്ലൊരു പഞ്ചിങ് ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. ഏതായാലും ഈ രാത്രി കേസ് പഠിക്കാനും ഉറങ്ങാനുമായി മാത്രം മാറ്റിവെച്ചിരിക്കുന്നു. നല്ല ക്ഷീണമുണ്ട്. ജിപ്സി ജഗതിയുള്ള ക്വാർട്ടേഴ്സിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു. പെട്ടെന്ന് സിറ്റൗട്ടിന് താഴെയുള്ള പടിക്കെട്ടിൽ കുത്തിയിരുന്ന മനുഷ്യൻ ചാടി എണീറ്റ് വെളുക്കി ചിരിച്ചുകൊണ്ട് കൈകൂപ്പി. കാർലോസ് ചുളിഞ്ഞ നെറ്റിയോടെ അയാളെ നോക്കി. നിങ്ങളാരാ? ഞാൻ ചെന്താമരാക്ഷൻ, യുബേരി സായാഹ്ന പത്രത്തിൻ്റെ റിപ്പോർട്ടറാ. അയാൾ ഒന്നുകൂടി വിനയം ഭാവിച്ചു. ഐ സി. റിപ്പോർട്ടർക്ക് ഇവിടെ എന്താ കാര്യം? കൗസല്യയിലെ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സാറ് വന്നിട്ടുണ്ടെന്നറിഞ്ഞു. അതുകൊണ്ട് കാർലോസിൻ്റെ ശബ്ദം അല്പം ഉയർന്നു. സാറിന് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നു കയറും മുമ്പ് അഭിപ്രായം പറഞ്ഞാൽ പറ്റുമോ? അത് സാർ. അയാൾ തല ചൊറിഞ്ഞു. എന്താ തൻ്റെ പേരെന്താ പറഞ്ഞത്? ചെന്താമരാക്ഷൻ. ആ, താമരയാണേലും ആമ്പലാണേലും ഇപ്പം താൻ പോ. കേസ് തെളിയുമ്പോൾ വാ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് അന്വേഷിക്കാം സർ. വേണ്ട, ഇനി തന്നെ ഈ മുറ്റത്ത് കണ്ട മുട്ട തല്ലി ഓടിക്കും ഞാൻ. ചെന്താമരാക്ഷൻ സ്ഥലം വിട്ടു. ഉള്ളിൽ ചിരിച്ചുകൊണ്ട് കേസ് ഫയലുമായി കാർലോസ് സിറ്റൗട്ടിലേക്ക് കയറി. രാത്രി 11 മണി. SP കാർലോസ് ഫയൽ മടക്കി വെച്ചു. ഇതിനകം 2 ആവർത്തി അയാൾ ആ ഫയൽ സസൂക്ഷ്മം പഠിച്ചു കഴിഞ്ഞിരുന്നു. പത്രക്കാരും ആക്ഷൻ കൗൺസിലുകാരും ഒക്കെ മുറവിളി കൂട്ടിയതിൽ എന്തോ കാര്യമുണ്ടെന്നൊരു തോന്നൽ എങ്ങനെയോ കാർലോസിലുണ്ടായി. വിശ്വനാഥന്റെ കുറ്റസമ്മതവും തെളിവുമൊക്കെ ശരി തന്നെ. എന്നാലും വരികൾക്കിടയിൽ ദുരൂഹത പതിയിരിക്കുന്നത് പോലെ. ഒരുപക്ഷെ നിഗമനം ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാവാം. 50% സാധ്യതയാണ് രണ്ടിനും കാണുന്നത്. കാർലോസിന് ഉറക്കം വന്നു. പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരം വരെ ഒറ്റ വരവായിരുന്നു. ഇടയ്ക്ക് നിർത്തിയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം. ഫയൽ അലമാരയിൽ വച്ചിട്ട് കാർലോസ് കിടക്കയിലേക്ക് ചാഞ്ഞു. കൈ നീട്ടി സ്വിച്ച് ഓഫ് ചെയ്തു. മുറിയിൽ അന്ധകാരം നിറഞ്ഞു. നാളെ ആദ്യം ചെയ്യേണ്ടത് 2 കാര്യങ്ങളാണ്. വിശ്വനാഥനെ ജയിലിൽ പോയി കാണണം. പിന്നെ പരാതി തന്നിരിക്കുന്ന അവൻ്റെ ബന്ധുക്കളെയും. കൊലപാതകങ്ങൾ നടന്ന വീട് പരിശോധിക്കുന്നത് അതിനുശേഷം മതി എന്നായിരുന്നു തീരുമാനം. അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ക്രൈംബ്രാഞ്ച് SP കാർലോസ് സബ് ജയിലിലെത്തി. ജയിൽ സൂപ്രണ്ടുമായും വാർഡനുമായും സംസാരിച്ചു. വിശ്വനാഥൻ അവിടെ എത്തിയ ശേഷം എങ്ങനെയാണെന്ന് തിരക്കി. ആൾ വളരെ ശാന്തനും സദാ കടുത്ത ചിന്തയിലുമാണെന്നാണ് അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എനിക്കിനി അവനുമായി സംസാരിക്കണം. തികച്ചും കോൺഫിഡൻഷ്യൽ. ശുദ്ധമായുള്ള ഒരു മുറി അതിനായി കിട്ടിയാൽ കൊള്ളാം, കാർലോസ് ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു. ഓ ഷുവർ. 15 മിനിറ്റുകൾക്കുള്ളിൽ വിശ്വനാഥനെ 2 ഗാർഡുകൾ കൂട്ടിക്കൊണ്ടുവന്നു. തുറന്നു കിടക്കുന്ന ജനാലകളുള്ള ഒരു മുറിയിൽ കാത്തിരിക്കുകയായിരുന്നു കാർലോസ്. വിശ്വനാഥനെ കൊണ്ടുവന്ന് അയാളുടെ മുന്നിൽ നിർത്തിയിട്ട് ഗാർഡുകൾ പുറത്തിറങ്ങി നിന്നു. നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, ഞാൻ വിളിക്കാം. സർ. അവർ അവിടെ നിന്നും മാറി. കാർലോസ് വാതിലടച്ചിട്ട് വിശ്വനാഥന്റെ മുന്നിൽ വന്ന് കസേരയിലിരുന്നു. പിന്നെ തനിക്കെതിരെ കിടന്നിരുന്ന കസേരയിലേക്ക് കൈ ചൂണ്ടി. വിശ്വനാഥൻ ഇരിക്കൂ. അയാൾ ഒന്നും മടിച്ചു. ഹാ, ഇരിക്കുന്നേ. സൗഹാർദ്ദപരമായ സമീപന രീതി കണ്ട് അയാൾ ഒന്ന് പകച്ചു എന്ന് വ്യക്തം. നിർജീവ ഭാവം നിറഞ്ഞ മിഴികൾ ഉയർത്തി കാർലോസിനെ ഒന്ന് നോക്കി. അനന്തരം കസേരയുടെ ഒരു കോണിലിരുന്നു. ഇത്രയും സമയം അയാളെ തന്നെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയായിരുന്നു കാർലോസ്. ക്ഷീണിച്ച അവശനായ ഭാവം. കൊല ചെയ്തു എന്നതിൻ്റെ സംതൃപ്തിയോ അങ്കലാപ്പോ ഒന്നും ആ മുഖത്തില്ല. പകരം ഒരുതരം മരവിപ്പ് മാത്രം. വിശ്വനാഥൻ അല്ലേ? അയാൾ ഒന്ന് തലയനക്കി. എൻ്റെ പേര് കാർലോസ്. ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. ഞാനാണ് ആ കുറ്റം ചെയ്തത്. പോലീസിന് മുന്നിൽ ഞാനത് സമ്മതിച്ചും കഴിഞ്ഞു. പിന്നെയും എന്നെ എന്തിനാണ് സർ ഉപദ്രവിക്കുന്നത്? എന്ത് ശിക്ഷ കിട്ടിയാലും അത് ഏറ്റുവാങ്ങാൻ ഞാൻ ഒരുക്കമാ. ഒറ്റ ശ്വാസത്തിലാണ് അയാൾ എല്ലാം പറഞ്ഞത്. കാർലോസിൻ്റെ നെറ്റി ചുളിഞ്ഞു. വിശ്വനാഥ, ഈ ജയിലിൽ എത്തുന്നത് വരെ, അല്ലെങ്കിൽ നീ സംസാരിക്കുന്നത് വരെ ഞാൻ കരുതിയിരുന്നത് നീ തന്നെയായിരിക്കും ആ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ്. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുന്നു വിശ്വനാഥ. ആ കൊലപാതകങ്ങൾ നടത്തിയത് നീയല്ല. നീ ആരുടെയോ ഡെമ്മിയാണ്. വിശ്വനാഥൻ ശക്തമായി ഞെട്ടിയതുപോലെ മുഖമുയർത്തി.
അല്ല സർ, ഞാൻ തന്നെയാണത് ചെയ്തത്. ഞാനും പ്രമീളയും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. പക്ഷേ അവൾ എന്നെ ചതിച്ചുവെന്ന് ബോധ്യമായപ്പോൾ... വേണ്ട വിശ്വനാഥ, അക്കാര്യമൊക്കെ നിന്റെ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നും ഞാൻ വായിച്ചു കഴിഞ്ഞു. എനിക്കറിയേണ്ടതിപ്പോൾ മറ്റൊന്നാണ്. എന്ത് പ്രയോജനം ലഭിക്കുമെന്ന് കരുതിയാണ് നീ മറ്റാരുടെയോ ഡെമ്മിയായി ജീവിതം നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അതോ ആരെങ്കിലും നിന്നെ ഭീഷണിപ്പെടുത്തിയോ? എന്തും നിനക്ക് എന്നോട് തുറന്നു പറയാം. നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാർലോസ് അയാളുടെ മുഖത്തു നിന്നും കണ്ണുകൾ പിൻവലിച്ചില്ല. വേണ്ട, എനിക്ക് രക്ഷപ്പെടണ്ട. ആ കൊലപാതകങ്ങളുടെ ശിക്ഷ ഞാൻ അനുഭവിച്ചു തീർത്തോളാം. പിന്നെ സാറിനെന്താ? കാർലോസ് ചിരിച്ചുകൊണ്ട് എണീറ്റു. സംശയത്തോടെ വിശ്വനാഥനും. ഞാൻ ഇനിയും വരും വിശ്വനാഥ. ഒരുപക്ഷെ അതുവരെ ആലോചിച്ചിട്ട് നിന്റെ മനസ്സ് മാറിയാലോ? മറ്റെന്തെങ്കിലും എന്നോട് പറയണമെന്ന് നിനക്ക് തോന്നിയാലോ? ഇല്ല ഇല്ല ഇല്ല. വിശ്വനാഥൻ കാതുകൾ പൊത്തി. കാർലോസ് തുടർന്നു. ചിലപ്പോ ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് നീ എന്നോട് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിന്റെ മുഖത്ത് നോക്കി ചോദിച്ചുകൊണ്ടാവും. അപ്പോൾ ഇത്ര സൗമ്യനായിരിക്കില്ല ഞാൻ. അതുകൊണ്ട് വിശ്വനാഥന് ഇടയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ ജയിൽ അധികൃതരോട് വിവരം പറയണം. അവർ എന്നെ അറിയിച്ചോളും. വിശ്വനാഥന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കാർലോസ് വാതിൽ തുറന്നു. അകലെ നിന്നിരുന്ന ഗാർഡുകളെ വിളിച്ചു വരുത്തി വിശ്വനാഥനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. മണ്ണന്തല ഗവൺമെന്റ് പ്രസ്സും കഴിഞ്ഞ് അല്പദൂരം കൂടി മാരുതി ജിപ്സി മുന്നോട്ടു പോയി. പിന്നെ വഴിയരികിൽ നിന്നിരുന്ന ഒരു മനുഷ്യന്റെ അരികിൽ വേഗത കുറച്ചു. കാർലോസ് ഒരു വീട്ടുപേര് തിരക്കി. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു. 10-15 മീറ്ററോളം മുന്നോട്ട് പോയി ഒരു കയറ്റത്തിന്റെ തുടക്കത്തിൽ അയാൾ ജീപ്പ് ഒതുക്കി. സിവിൽ ഡ്രസ്സിലായിരുന്നു കാർലോസ്. റോഡിന് ഇടതുഭാഗത്തെ ഉയരമുള്ള ഭാഗത്തേക്ക് 2 വീടുകൾക്കിടയിലൂടെ ഒരു നടപ്പാതയുണ്ടായിരുന്നു. ഒരു സിഗരറ്റിന് തീ പിടിപ്പിച്ചുകൊണ്ട് കാർലോസ് പതിയെ കയറ്റം കയറുവാൻ തുടങ്ങി. കുറച്ച് കയറി കഴിഞ്ഞപ്പോൾ എതിരെ വെള്ളമെടുക്കാനുള്ള കുടവുമായി ഒരു പെൺകുട്ടി വന്നു. അയാളെ കണ്ട് അവൾ വഴി ഒഴിഞ്ഞു നിന്നു. വിശ്വനാഥന്റെ വീട് ഏതാ കുട്ടി? അയാൾ തിരക്കി. ദാ ആ കാണുന്നതാ. അവൾ കൈ ചൂണ്ടി. അല്പം കൂടി മുകളിലേക്ക് കയറി. ഇടതുഭാഗത്തായിരുന്നു വീട്. ഒരു ഓലപ്പുര, മൺകട്ട കെട്ടിയത്, സിമെന്റിന്റെ ഒരു കണിക പോലും ഉപയോഗിക്കാത്ത വീട്. അതിൽ നിന്ന് തന്നെ കാർലോസിന് വിശ്വനാഥന്റെ സാമ്പത്തിക സ്ഥിതി ബോധ്യമായി. അയാൾ മുറ്റത്തേക്ക് കയറുമ്പോൾ ഏതാണ്ട് 30 വയസ്സിലധികം പ്രായമുള്ള ഒരു സ്ത്രീ മുറ്റത്തിന്റെ കോണിലിരുന്ന് ചെറിയ ഉണക്കക്കമ്പുകൾ വെട്ടിയൊടിച്ച് വിറകാക്കുകയായിരുന്നു. ബ്ലൗസും ലുങ്കിയും വേഷം. കാർലോസ് ഒന്ന് മുരടനക്കി. ആ സ്ത്രീ മുഖമുയർത്തി. പിന്നെ വെട്ടുകത്തി താഴെയിട്ട് ചാടി എണീറ്റു. വിശ്വനാഥന്റെ വീടല്ലേ? കാർലോസ് അവളെ കണ്ണുകൾ കൊണ്ട് ഒന്ന് അളന്നു. ഒരു മതാലസ ഭാവം. അവൾ കീഴ്ച്ചുണ്ട് കടിച്ചൊന്ന് ചിരിച്ചു. സാറ് പോലീസിൽ നിന്നാണോ? വിശ്വനാഥന്റെ വീടാണോ എന്ന് പറഞ്ഞില്ല. അയാൾ ഓർമ്മിപ്പിച്ചു. അയ്യോ ആണ് സാറേ. വല്ലാതെ നീട്ടിയാണ് അവൾ സംസാരിച്ചത്. എന്തോ പറയാനോ? ഇങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ തൊലി ഉരിഞ്ഞു പോകുക. വിശ്വനാഥനോടുള്ള ദേഷ്യം വാക്കുകളിലുണ്ടായിരുന്നു. നിനക്ക് ഉരിഞ്ഞു കളയാൻ യാതൊരു മടിയുമില്ലെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ മടി എന്ന് പറയണമെന്നുണ്ടായിരുന്നു കാർലോസിന്. പക്ഷെ പറഞ്ഞില്ല. അവളുടെ മുന്നിൽ അല്പം അഭിനയിക്കുന്നത് നല്ലതാണെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അതുകൊണ്ട് തന്നെ അവളുടെ നെഞ്ചത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, വീട്ടിൽ വരുന്നവരോട് ഒന്ന് ഇരിക്കാൻ പോലും പറയില്ലേ? അയ്യോ ക്ഷമിക്കണം സാറേ, അക്കാര്യം ഞാനങ്ങ് മറന്നുപോയി. അവൾ കീഴ്ച്ചുണ്ട് കടിച്ചു. സാറിന് വിരോധമില്ലെങ്കിൽ അകത്തോട്ടിരിക്കാം. കാർലോസ് ചുറ്റും നോക്കി. അടുത്ത വീടുകളിലുള്ളവരാരും തന്നെ അവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല. വാ സാറേ, അവൾ പിന്നെയും നിർബന്ധിച്ചു. പിന്നെ ചിന്തിച്ചു നിന്നില്ല. അവൾക്ക് പിന്നാലെ അകത്തേക്ക് കയറി. ഒരു ചെറിയ മുറി, മുഷിഞ്ഞു തുടങ്ങിയ ബെഡ്ഷീറ്റ് വിരിച്ച കട്ടിൽ, ചെളി പിടിച്ച മേശയും കസേരയും. ഒരു ജനാലയുള്ളതിന് പാളികളില്ല. ഇരിക്കി സാറേ. അവൾ കസേരയിലേക്ക് കൈ ചൂണ്ടിയെങ്കിലും അയാൾ കട്ടിലാണ് ഇരുന്നത്. കയറ്റം കയറി വന്നപ്പോൾ നല്ല ക്ഷീണം. കിടക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് കിടക്കാനൊരു സുഖം തോന്നുന്നില്ല. അപ്പോൾ കൂട്ടു തേടി ഇറങ്ങിയതായിരിക്കും അല്ലേ? അവൾ അയാൾക്കരികിലേക്ക് അല്പം കൂടി അടുത്തു നിന്നു. വിയർപ്പിന്റെ ഗന്ധം അയാൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് പുളച്ചിലുണ്ടാകുന്ന തരത്തിൽ ഒരു നോട്ടം സമ്മാനിച്ചിട്ട് അയാൾ തിരക്കി. നിന്റെ പേരെന്നതാ? വിജയമ്മ. സാറ് പോലീസാണോന്ന് പറഞ്ഞില്ലല്ലോ.
പോലീസൊക്കെയാ, സർക്കാർ പറഞ്ഞാൽ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഓരോ മെനക്കേടുകൾ. അയാൾ അലസത ഭാവിച്ചു. സാറേ, ആരെങ്ങനെയൊക്കെ അന്വേഷിച്ചാലും വിശ്വനാഥൻ തെറ്റുകാരനല്ലാതാകത്തില്ല. എനിക്ക് ഉറപ്പാ, അവൻ തന്നെ അത് ചെയ്തത്. കാർലോസിന്റെ കണ്ണുകൾ കുറുകി. വിജയമ്മ തുടർന്നു. അവനെപ്പോലൊരു ഗുണം പിടിക്കാത്തവൻ, വീടിന് നാടിനും ദോഷി, പൂ പോലൊരു പെങ്കൊച്ചിനെയല്ലേ കൊന്നത്? കാർലോസ് മറുപടി പറയാൻ ഭാവിക്കുമ്പോൾ വാതിൽക്കൽ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടു. താൻ നേരത്തെ വീട് തിരക്കിയത് അവളോടാണെന്ന് അയാൾ ഓർത്തു. വെള്ളത്തിന് കുടവുമായി പോയവൾ. കാർലോസ് നോക്കുന്നത് കണ്ട് വിജയമ്മ തിരിഞ്ഞു നോക്കി. എന്താടി വായ നോക്കി നിൽക്കുന്നത്? അപ്പുറത്തെങ്ങാനും പോ, ആവശ്യമുള്ളപ്പോൾ വിളിക്കാം. ഒന്നും പറയാതെ പെൺകുട്ടി പിന്തിരിഞ്ഞു. അവൾ ഏതാ? കാർലോസ് ചോദിച്ചു. അയ്യോ, വിശ്വനാഥന്റെ പെങ്ങളാ, പ്രീത. അവന്റെ കേസ് കുത്തിപ്പൊക്കണമെന്നും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി കുറെ മലർന്നു കിടന്നതാ. വിശ്വനാഥന് ഒരനുജനുണ്ടെന്ന് കേട്ടല്ലോ, അവൻ എന്തിയെ? രാവിലെ വായി നോക്കാൻ പോയതാ. ഇനി ഒരു നേരത്ത് മടങ്ങി വരും. ഒരുത്തിന് നന്നാകണമെന്നില്ല സാറേ. ആട്ടെ, വിജയമ്മ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ? അവളുടെ ചുണ്ടിന്റെ കോണിൽ പുച്ഛഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. ഞാൻ ആ കാലമാടന്റെ ഭാര്യ സാറേ, വിശ്വനാഥന്റെ. അവൾ പറഞ്ഞത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.